പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം. യേശുവിനെ ഉയിർത്തെഴുന്നേറ്റ കർത്താവായി പ്രഖ്യാപിച്ചതിനാൽ പൗലോസ് അപ്പോസ്തലൻ നിരവധി പ്രാവശ്യം തടവിലായി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതെഴുതപ്പെട്ടു. താൻ ആരംഭിക്കാത്ത ഒരു സഭാസമൂഹത്തെ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളെയാണ് പൗലോസ് ഈ കത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. കൊലോസ്യയിലെ ഈ സഭ ആരംഭിച്ചത് ആ പട്ടണത്തിൽ നിന്ന് തന്നെയുള്ള പൗലോസിന്റെ സഹപ്രവർത്തകനായ എപ്പഫ്രാസ് ആണ്. എപ്പഫ്രാസ് അടുത്ത കാലത്ത് ജയിലിൽ പൗലോസിനെ സന്ദർശിച്ചിരുന്നു. മൊത്തത്തിൽ കൊലോസ്യർ എത്ര നന്നായി മുമ്പോട്ടു പോകുന്നുവെന്ന് അവൻ ബോധ്യപ്പെടുത്തി. എന്നാൽ യേശുവിൽ നിന്ന് പിന്തിരിയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ചില സാംസ്കാരിക സമ്മർദ്ദങ്ങളെക്കുറിച്ചും അവൻ പരാമർശിച്ചു. അതിനാൽ എപ്പഫ്രാസ് ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യേശുവിനോടുള്ള കൂടുതൽ ഭക്തിയിലേക്ക് കൊലോസ്യരെ നയിക്കുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. ലേഖനത്തിന്റെ രൂപകൽപ്പനയും ആശയങ്ങളുടെ ഒഴുക്കും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. പ്രാരംഭഭാഗം യേശുവിനെ മഹത്വവൽക്കരിച്ച മശിഹായായി കേന്ദ്രീകരിക്കുന്നു. ജയിലിലെ തന്റെ കഷ്ടത എങ്ങനെയാണ് ഉയർത്തപ്പെട്ട യേശുവിനു വേണ്ടിയുള്ളതാകുന്നതെന്ന് പൗലോസ് പിന്നീട് നമ്മെ കാണിക്കുന്നു. പിന്നീടവൻ യേശുവിൽ നിന്ന് പിന്തിരിയാൻ കൊലോസ്യരെ പ്രലോഭിപ്പിക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് അഭിസംബോധന ചെയ്യുന്നു. ഇതിനുശേഷം യേശുവിന്റെ പുനരുത്ഥാനം അവർക്കു വേണ്ടി തുറന്ന ജീവന്റെ പുതിയ വഴിയാണെന്ന് അവൻ വിവരിക്കുന്നു. അങ്ങനെ രണ്ടു പ്രാർത്ഥനകളോടെ ഈ ലേഖനം തുടങ്ങുന്നു. കൊലോസ്യർ യേശുവിനോട് പൂർണ്ണമായും വിശ്വസ്തരാണെന്ന് എപ്പഫ്രാസിൽ നിന്ന് മനസ്സിലാക്കിയ പൗലോസ് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. യേശു കരുതിവച്ചിരിക്കുന്ന പുതിയ സൃഷ്ടിയിൽ അവർക്കുള്ള പ്രത്യാശ നിമിത്തം അവർ ദൈവത്തോടും അയൽക്കാരോടും സ്നേഹം കാണിക്കുന്നു. അങ്ങനെ യേശുവിനെക്കുറിച്ചുള്ള അവരുടെ ജ്ഞാനത്തിലും പരിജ്ഞാനത്തിലും അവർ തുടർന്നും വളരേണ്ടതിന് അവൻ പ്രാർത്ഥിക്കുന്നു. കൊലോസ്യരെയും നമ്മെയും വളരാൻ സഹായിക്കാനായി പൗലോസ് ഇവിടെ ഒരു കവിത വച്ചിട്ടുണ്ട്. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തപ്പെട്ടവനുമായ മശിഹായെക്കുറിച്ചുള്ള ഈ കവിതയാണ് 1-ാം അധ്യായത്തിന്റെ കേന്ദ്രഭാഗം. ഇതിന് സമാന്തരമായി 2 ചരണങ്ങളുണ്ട്. അവ ഉൽപ്പത്തി, പുറപ്പാട് പുസ്തകങ്ങളിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും സദൃശ്യവാക്യങ്ങളിൽ നിന്നുമുള്ള ഭാഷയും ആലങ്കാരികതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആദ്യ ഖണ്ഡികയിൽ യേശു എങ്ങനെയാണ് ദൈവത്തിന്റെ യഥാർത്ഥ സ്വരൂപം ആകുന്നത് എന്ന് വിവരിക്കുന്നു. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അവൻ ആദ്യജാതൻ. ഇത് എല്ലാ സൃഷ്ടിയുടെ മേലും യേശുവിന്റെ രാജകീയ നിലയെക്കുറിച്ചുള്ള ഒരു പഴയ നിയമ വാചകമാണ്. ഒരു യഥാർത്ഥ സൃഷ്ടാവായ ദൈവത്തിന്റെ വ്യക്തിത്വത്തിൽ അവൻ പങ്കുചേരുന്നു. അവനാൽ എല്ലാ യാഥാർത്ഥ്യങ്ങളും, എല്ലാ ശക്തികളും, അധികാരങ്ങളും, ദൂതരും മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടാവിനെയും സൃഷ്ടിയുടെ രാജാവിനെയും നാം കണ്ടെത്തുന്നത് യേശു മശിഹായിലാണ്. അതിനാൽ 2-ാമത്തെ ഭാഗത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്നവനും അവനാണെന്ന് നാം മനസ്സിലാക്കുന്നു. അവൻ പുതിയ മനുഷ്യരായ യേശുവിന്റെ ജനത്തെ സൂചിപ്പിക്കുന്ന പുതിയ ശരീരത്തിന്റെ തലയാണ്. അവന്റെ സ്വന്തം പുനരുത്ഥാന ജീവിതം ഇവിടെ ഒരു മാതൃകയാണ്. അവനിൽ ദൈവത്തിന്റെ മഹത്വമുള്ള ദൈവാലയ സാന്നിധ്യം വസിക്കുന്നു. അങ്ങനെ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും വഴിയാണ് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതുമായ സകലത്തെയും ദൈവം തന്നോട് നിരപ്പിച്ചത്. ഇത് ശ്രദ്ധേയമായ ഒരു കവിതയാണ്. പിന്നീട് ഈ ലേഖനം പുരോഗമിക്കുന്നതിനനുസരിച്ച് കൂടെ പൗലോസ് ഇതിനെ പരാമർശിച്ചുകൊണ്ടിരിക്കും. ഈ കവിതയുടെ സത്യം ജയിലിലെ കഷ്ടപ്പാടുകളുടെ സ്വന്തം അനുഭവത്തെ എങ്ങനെയാണ് രൂപാന്തരപ്പെടുത്തുന്നതെന്ന് അവൻ ആദ്യം കാണിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ കർത്താവും എല്ലാവരുടെയും രാജാവുമാണെന്ന് യവന റോമാ സാമ്രാജ്യത്തെ അറിയിച്ചതിനാൽ പൗലോസ് ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ അവന്റെ കഷ്ടത തോൽവിയുടെ അടയാളമല്ലെന്ന് അവൻ കരുതുന്നു. യഥാർത്ഥത്തിൽ സ്നേഹത്താൽ യേശുവിന്റെ സ്വന്തം കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനുള്ള ഒരു മാർഗമാണിത്. അതിനാൽ അവന്റെ കഷ്ടതകൾ സന്തോഷത്തിന് കാരണമാകുന്നു. ഇസ്രായേലിന്റെ ഉയർത്തെഴുന്നേറ്റ മശിഹ ഒരു പുതിയ വിവിധ ജാതികളുള്ള കുടുംബത്തെ സൃഷ്ടിക്കുന്നുവെന്ന അതിശയകരമായ വാർത്തയെ തുടർന്ന് അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ദൈവിക മഹത്വം യേശുവിൽ വസിച്ചതുപോലെ യേശു തന്റെ ലോകമെമ്പാടുമുള്ള കുടുംബത്തിലും വസിക്കുന്നു. അല്ലെങ്കിൽ പൗലോസ് പറയുന്നതുപോലെ മഹത്വത്തിന്റെ പ്രത്യാശയായ മശിഹ നിങ്ങളിൽ ഉണ്ട്. യേശുവിൽ നിന്ന് പിന്തിരിയാൻ കൊലോസ്യരെ പ്രലോഭിപ്പിക്കുന്ന സാംസ്കാരിക സമ്മർദ്ദങ്ങളെക്കുറിച്ച് പൗലോസ് അഭിസംബോധന ചെയ്യുന്നു. തോറായിലെ നിയമങ്ങൾ പാലിക്കാനുള്ള സമ്മർദ്ദവും നിഗൂഢ ബഹുദൈവ വിശ്വാസവും കൂടിച്ചേർന്ന ഒരവസ്ഥയെയാണ് അവർ നേരിടേണ്ടി വന്നത്. ഈ പുതിയ ക്രിസ്ത്യാനികളെല്ലാം മനുഷ്യജീവിതത്തിന്റെ വിവിധ മേഖലകളെ ഭരിക്കുന്ന വിവിധ യവന റോമാ ദേവന്മാരെ ആരാധിച്ചു വന്നവരായിരുന്നു. പലരും യേശുവിനെ അവർക്ക് ആരാധിക്കാൻ കഴിയുന്ന ഒരു ദേവനായി ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി. യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികൾ തോറയിൽ കാണുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് മശിഹായോടുള്ള പ്രതിബദ്ധത പൂർത്തീകരിക്കണമെന്ന് യഹൂദ ക്രൈസ്തവ സമൂഹം വലിയ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ചും ശുദ്ധിയുള്ള ഭക്ഷണം കഴിക്കൽ, വിശുദ്ധ ദിനങ്ങൾ ആചരിക്കൽ, പരിച്ഛേദന എന്നിവയെക്കുറിച്ച് അവൻ പരാമർശിക്കുന്നു. ഗലാത്യർക്കുള്ള കത്തിൽ അവൻ അഭിസംബോധന ചെയ്ത പ്രശ്നവുമായി ഇത് വളരെ സാമ്യമുള്ളതാണ്.
ഈ പ്രലോഭനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് വഴങ്ങുന്നത് വിട്ടുവീഴ്ചയാണ് എന്ന് പൗലോസ് പറയുന്നു. ഇത് യേശു യഥാർത്ഥത്തിൽ ആരാണെന്നും അവർക്കുവേണ്ടി അവൻ എന്താണ് ചെയ്തതെന്നും മനസ്സിലാക്കുന്നതിലുള്ള പരാജയമാണ്. പൗലോസ് വിളിക്കുന്നതുപോലെ അന്ധകാര ശക്തികളെയും ദുഷ്ടാത്മാക്കളെയും ഭയന്ന് കൊലോസ്യർ ജീവിച്ചിരുന്നു. എന്നാൽ യേശു ഇവയുടെ മേൽ എല്ലാം വിജയം വരിച്ചു. തന്റെ മരണത്തിലൂടെയും പുനരുത്ഥാനത്തിലൂടെയും അവൻ കൊലോസ്യരെ അവയുടെ സ്വാധീനതയിൽ നിന്നും മോചിപ്പിച്ചു. അതുപോലെ തന്നെ സ്വാർത്ഥമായ മനുഷ്യഹൃദയത്തെ ഒരിക്കലും ഒരുവിധത്തിലും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയില്ലാത്ത തോറയിലെ എല്ലാ നിയമങ്ങളും യേശു നമുക്കുവേണ്ടി നിറവേറ്റി. അങ്ങനെ യേശു തന്റെ ജീവിതത്തിലും മരണത്തിലും പുനരുത്ഥാനത്തിലും ചെയ്ത കാര്യങ്ങൾക്ക് ഒരു കുറവുമില്ല. ഇതിനെ തുണയ്ക്കാൻ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല. തോറയിലെ എല്ലാ നിയമങ്ങളും ഏതു വിധേനയും ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യമാണ് അവൻ. യേശുവിന്റെ അനുയായികളെ രൂപാന്തരപ്പെടുത്തുവാൻ നിയമങ്ങൾക്ക് പകരം അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അവർക്കുണ്ട്. അതിനെയാണ് അവൻ വിവരിക്കാൻ പോകുന്നത്. യേശുവിനെ അനുഗമിക്കുകയെന്നാൽ അവന്റെ പുതിയ മനുഷ്യത്വത്തിൽ ചേരുക എന്നാണർത്ഥം. കാരണം അവരുടെ ജീവൻ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവനുമായി ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പൗലോസ് കൊലോസ്യരെ ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഒരു ദിവസം ലോകം വിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുക എന്നതല്ല പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് സർവ്വസൃഷ്ടിയുടെ മേൽ യേശു ഭരിക്കുന്ന അതിരുകിടന്ന സ്ഥലമാണ് സ്വർഗം. അവിടെ നിന്ന് അവൻ ഒരു ദിവസം ഇവിടെയെത്തി എല്ലാം പരിവർത്തനം ചെയ്യും. അഥവാ പൗലോസ് പറയുന്നതുപോലെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതിനാൽ അവർ ഒരു ദിവസം ആയിത്തീരുവാൻ പോകുന്ന പുതിയ മനുഷ്യരെ പോലെ വർത്തമാനകാലത്ത് ജീവിക്കാൻ പൗലോസ് അവരെ വെല്ലുവിളിക്കുന്നു. അവരുടെ പഴയ മനുഷ്യത്വത്തിന്റെ പ്രതിച്ഛായയാണ് അവൻ ഉപയോഗിക്കുന്നത്. അതായത് ദുർനടപ്പും നശീകരണ വാക്കുകളും. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പഴയ മനുഷ്യത്വം യേശുവിനോടൊപ്പം മരിച്ചു. പകരം കരുണ, ഔദാര്യം, ക്ഷമ, സ്നേഹം എന്നീ സ്വഭാവ സവിശേഷതകളുള്ള അവന്റെ സ്വന്തം പുതിയ മനുഷ്യത്വം തന്നിരിക്കുന്നു. പൗലോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല. ക്രിസ്തു എല്ലാവരിലും എല്ലാമാകുന്ന ഒരു ജനതയെ സൃഷ്ടിക്കുവാൻ ഈ മനുഷ്യത്വം നമ്മുടെ ലോകത്തിലെ വംശീയവും സാമൂഹികവുമായ അതിർവരമ്പുകളെ മറികടക്കുന്നു. 1-ാം നൂറ്റാണ്ടിലെ റോമാ കുടുംബത്തിൽ ഈ പുതിയ മനുഷ്യത്വം എങ്ങനെയായിരിക്കുമെന്ന് കൊലോസ്യർക്ക് പൗലോസ് പ്രായോഗിക രീതിയിൽ കാണിക്കുന്നു. കുടുംബനാഥൻ തന്റെ ഭാര്യയുടെയും മക്കളുടെയും അടിമകളുടെയും മേൽ ജീവന്റെയും മരണത്തിന്റെയും അധികാരം വഹിച്ചിരുന്ന വളരെ സ്വേച്ഛാധിപത്യ ക്രമീകരണമായിരുന്നു അത്. ഒരു ക്രിസ്തീയ ഭവനത്തിൽ അങ്ങനെയല്ല. ഇവിടെ ഉയർത്തെഴുന്നേറ്റ യേശുവാണ് യഥാർത്ഥ കർത്താവ്. അതിനാൽ ഭാര്യ തന്റെ ഭർത്താവിനെ തന്റെ ഉത്തരവാദിയാകാൻ കർത്താവിൽ അനുവദിക്കുന്നു. ഭർത്താവ് യേശുവിന് വിധേയനായി ഭാര്യയെ സ്നേഹിച്ച് തന്റെ സ്വന്തം ക്ഷേമത്തേക്കാൾ അവളുടെ ക്ഷേമത്തിന് മുൻഗണന കൊടുക്കുന്നു. യേശുവിനെ കർത്താവായി അംഗീകരിച്ചൊരു വീട്ടിൽ കുട്ടികൾ വസ്തുക്കളല്ല, മറിച്ച് പക്വതയിലേക്കും ബഹുമാനത്തിലേക്കും അവർ വിളിക്കപ്പെടുന്നു. മാതാപിതാക്കൾ മക്കളെ ക്ഷമയോടെയും വിവേകത്തോടെയും വളർത്തണം. അടിമകളായ ക്രിസ്ത്യാനികൾ തങ്ങളുടെ യജമാനന്മാരെ ബഹുമാനിക്കണം. കാരണം യഥാർത്ഥ യജമാനൻ അവരല്ല, യേശുവാണ്. ഈ അടിമ തങ്ങളുടെ സ്വത്തല്ല, മറിച്ച് ബഹുമാനിക്കുകയും സ്നേഹത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ട യേശുവിന്റെ ശരീരത്തിലെ ഒരു അംഗമാണെന്ന് അടിമകളുള്ള ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. പൗലോസ് ഇവിടെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഇവിടെ അവൻ ഏറ്റവും അടിസ്ഥാന റോമൻ സ്ഥാപനത്തെ തന്നെ തന്നെ നൽകുന്ന സ്നേഹത്താൽ ഭരിക്കുന്ന യേശുവിനെ കേന്ദ്രീകരിച്ച് പുനർനിർമ്മിക്കുകയാണ്. അതിനാൽ നിലവിലിരുന്ന കുടുംബവ്യവസ്ഥയെ അവൻ മുഴുവനായി മാറ്റുന്നില്ലെങ്കിലും കൊലോസിയയിൽ താമസിക്കുന്ന ഒരു റോമാക്കാരനും തിരിച്ചറിയുവാൻ സാധിക്കാത്ത വിധത്തിൽ ആ വ്യവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ഉയർത്തപ്പെട്ട മശിഹ ആവശ്യപ്പെടുന്നു. കത്തിന്റെ ഉപസംഹാരത്തിൽ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. പ്രാർത്ഥനയ്ക്കായുള്ള അഭ്യർത്ഥനയ്ക്കു ശേഷം ക്രിസ്തീയ അടിമകളെയും യജമാനന്മാരെയും കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പൗലോസ് പ്രായോഗികമാക്കുന്നു. കൊലോസ്യർക്ക് ഈ ലേഖനം കൊണ്ടുപോയി വായിക്കുന്നത് തിഹിക്കോസ് ആണെന്ന് നമ്മൾ കാണുന്നു. അവനോടൊപ്പം ഒനേസിമോസ് എന്ന വ്യക്തിയുണ്ടായിരുന്നു. അവൻ ഫിലേമോൻ എന്ന ഒരു കൊലോസ്യ ക്രിസ്ത്യാനിയുടെ മുൻ അടിമയായിരുന്നു. ഒനേസിമോസ് തന്റെ യജമാനിൽ നിന്ന് രക്ഷപ്പെട്ടതായി ഫിലേമോനെ അഭിസംബോധന ചെയ്ത മറ്റൊരു കത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് തടവിന് അർഹമായ കുറ്റമാണ്. എന്നാൽ കർത്താവിൽ വിശ്വസ്തനും പ്രിയ സഹോദരനുമായി ഒനേസിമോസിനെ മുഴുവൻ സഭയും വന്ദനം ചൊല്ലാൻ പൗലോസ് അഭ്യർത്ഥിക്കുന്നു. എന്നിട്ട് പൗലോസ് ഫിലേമോൻ എഴുതിയ കത്തിൽ ഒനേസിമോസിനെ ഇനി അടിമയായിട്ടല്ല സഹോദരനായിട്ടാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നു. ഈ ലേഖനം ഒരു ഊന്നൽ കൊടുത്ത് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുക. അങ്ങനെ കൊലോസ്യർക്കുള്ള ലേഖനത്തിൽ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും
യേശുഭരണം തൊടാത്തതായി മനുഷ്യ നിലനിൽപ്പിന്റെ ഒരു ഭാഗവും ഇല്ല എന്ന് കാണുവാൻ പൗലോസ് നമ്മളെ ക്ഷണിക്കുന്നു. നമ്മുടെ കഷ്ടപ്പാടുകൾ, വിട്ടുവീഴ്ച ചെയ്യാനുള്ള പ്രലോഭനം, നമ്മുടെ ധാർമ്മിക സ്വഭാവം, നമ്മുടെ വീടുകളിലെ ഊർജ്ജസ്വലമായ ശക്തി ഇവയെല്ലാം പുനഃപരിശോധിക്കുകയും പരിവർത്തനം ചെയ്യുകയും വേണം. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ തന്നെ പുതിയ സൃഷ്ടി യഥാർത്ഥത്തിൽ എത്തിയെന്ന് വിചാരിച്ച് നാം ഇപ്പോൾ തന്നെ അങ്ങനെ ജീവിക്കാൻ ക്ഷണിക്കപ്പെടുന്നു. അതാണ് കൊലോസ്യർക്കുള്ള ലേഖനത്തിന്റെ ഉള്ളടക്കം.